ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ കുഞ്ഞാറ്റയാണ് കേട്ടോ. ഒരു വർഷം മുമ്പ് റെസ്ക്യൂ ചെയ്ത അവളെ പള്ളിക്കത്തോട് നിന്ന്. നമ്മൾ റെസ്ക്യൂ ചെയ്ത പല കുഞ്ഞുങ്ങളുടെ അപ്ഡേഷൻ തരാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അന്നേരമാണ് കുഞ്ഞാറ്റയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരോടും ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. കുഞ്ഞാറ്റ ഇതുപോലെ ഇതുണ്ടോ, കൈയുടെ എല്ല് വളഞ്ഞ നിലയിൽ ഉപേക്ഷിക്കപ്പെട്ട് നമുക്ക് കിട്ടിയതാണേ. അപ്പോൾ നമ്മുടെ ഇവളുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഡോക്ടർ നരേന്ദ്രൻ്റെ ഹോസ്പിറ്റലിലാണ് ചെയ്തത്. അപ്പോൾ ഈ എടുത്തപ്പോഴും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, വലിയ വലുപ്പമൊന്നും വെച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്താ പറയുന്നത്, നടുവിന് പ്രശ്നമുണ്ട് ഇവർക്ക്. ഇങ്ങനെ ഈ കൈ വളഞ്ഞിരിക്കുന്ന കാരണം കൈ കുത്തി നടക്കുന്നതുകൊണ്ട് നടുവിന് പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളിവളെ ഏതെങ്കിലും തരത്തിൽ സർജറി ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നറിയാനായിട്ട് ഡോക്ടർ നരേന്ദ്രൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ സാറ് ബോംബെയിൽ നിന്ന് അലുമിനിയം സിലിണ്ടൊക്കെ വരുത്തി ഈ പോർഷനിലിട്ട് നിന്ന് വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ജന്മനായുള്ള ഡിഫക്റ്റ് ആയതുകൊണ്ട് അതിനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞു. എന്നാലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കി, അത് ശരിയായില്ല. പിന്നീട് ഈ വളവിൻ്റെ ഭാഗത്ത് വെച്ച് പൊട്ടിച്ചിട്ട് അവിടെ കമ്പിയിട്ട് നിവർത്തി കൈകുത്തി നടക്കാവുന്ന രീതിയിലാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിന് മുതിർന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ വീണ്ടും വേദനിപ്പിക്കാനായിട്ട് നമുക്ക് തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ അവൾ ഈ ഒരു അവസ്ഥയിൽ തന്നെ അവൾ നന്നായിട്ട് നടക്കുക, അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വേറെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. നമുക്ക് നല്ല സുന്ദരി കുട്ടിയായിരുന്നു. ഈ ഡെഫിഷ്യൻസി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അവൾ നല്ല ഒരു അഡോപ്ഷൻ നല്ല വീട്ടിലേക്ക് പോയേനെ. ഇവളെ കണ്ടു കിട്ടുന്ന സാഹചര്യം വളരെ സങ്കടകരമായിരുന്നു. നമ്മളെടുക്കുമ്പോൾ അവിടെ ഒരു പണി തീരാത്ത പേരയുടെ സൈഡിൽ ആരോ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. അവിടെ വയറ് നിറയെ കല്ലും മണ്ണ് വരുന്നത്. വയറ്റിൽ നിന്നെടുത്ത് നമ്മളെടുത്ത് കളയേണ്ടതായിട്ട് വന്നു. അന്നേരമൊക്കെയാണ് ശ്രദ്ധിച്ചത്. ആഹാരം കിട്ടാതെ മണ്ണും കല്ലും തിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ നമ്മൾ എടുത്തു. ഇതുപോലത്തെ നിരവധി കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനൊരു കേസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പം വർഷം 1 ആവുന്നു. അവൾ നമ്മുടെ മകളെ പോലെ നമ്മുടെ വീട്ടിലിപ്പോഴും ഉണ്ട്. ഇവൾക്ക് കുറേ നടന്നു കഴിയുമ്പം അസ്വസ്ഥതയാകാൻ പെട്ടെന്ന് കിടക്കും. എന്നാലും അവൾ ഓക്കെയാണ്. അവൾക്ക് ഫ്രീ ആയിട്ട് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവളുടെ വിശേഷങ്ങൾ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെറിയ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ മറ്റു കുഞ്ഞുങ്ങൾ, നമ്മൾ റെസ്ക്യൂ ചെയ്ത മറ്റു കുഞ്ഞുങ്ങളുടെ വീഡിയോസും വരും ദിവസങ്ങളിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.